ഹലോ, ഇന്ന് നമ്മൾ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഓഡിറ്റിങ്ങിൻ്റെ സെക്കൻഡ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ബേസിക്സ് തന്നെയാണ് പഠിക്കുന്നത്. ബേസിക് കോൺസെപ്റ്റ്സ് സ്റ്റാൻഡേർഡ്സിലേക്ക് നമ്മൾ കടക്കാറായിട്ടില്ല. കുറച്ചുകൂടി ബേസിക്സ് കോൺസെപ്റ്റ്സ് പഠിക്കാനുണ്ട്. ഓക്കെ, ആദ്യത്തെ കോൺസെപ്റ്റ് ആപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക്, അതായത് AFRF. ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈ അക്കൗണ്ട്സ് ബുക്കിൽ, അതായത് ടാലി, ക്വിക്ക് ബുക്ക്, അങ്ങനത്തെയൊക്കെ ഇതിൽ നമ്മൾ അക്കൗണ്ട്സ് കണക്ക് എഴുതുന്നുണ്ടല്ലോ, ചെയ്യുന്നുണ്ടല്ലോ, ആ കണക്കിനെ നമ്മളൊരു എന്താ പറയുക, ഒരു റിപ്പോർട്ട് പോലെ ഉണ്ടാക്കി ഓഡിറ്റർക്കും പിന്നെ ഷെയർ ഹോൾഡേഴ്സ്, ഡയറക്ടേഴ്സ്, എംപ്ലോയീസ് എല്ലാവർക്കും നമ്മൾ കൊടുക്കുന്നതിനാണ് നമ്മുടെ കമ്പനിയിൽ ഇൻട്രസ്റ്റഡ് ആയവരെല്ലാം നോക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഈ ഫിനാൻഷ്യൽ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതെന്തൊക്കെയാണ്? ബാലൻസ് ഷീറ്റ്, P&L, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഓക്കെ, അതൊക്കെയാണ് ഈ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിലാണ്. അപ്പോൾ ഈ ഫ്രെയിം വർക്ക് എന്ന് അതൊരു ഫ്രെയിം വർക്കാണ്. അതിനകത്ത് ആ ഒരു ഫ്രെയിം വർക്കിലാണ് നമ്മൾ ഈ റിപ്പോർട്ടിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്രെയിം വർക്ക് സെലക്ട് ചെയ്യുന്നത് ആരാണ്? സെലക്ട് ചെയ്യുന്നത് ഓഡിറ്ററാണോ? അല്ല, ഓഡിറ്ററിന് അതിൻ്റെ ആവശ്യമില്ല. കാരണം ഓഡിറ്റർ അല്ല ഇത് പ്രിപ്പയർ ചെയ്യുന്നതും പ്രസൻറ്റ് ചെയ്യുന്നതും. അത് ചെയ്യുന്നതാരാ? മാനേജ്മെൻറ്റാണ്. ചെറിയ ഓർഗനൈസേഷൻസിൽ മാനേജ്മെൻ്റ് ആയിരിക്കും. വലിയ ഓർഗനൈസേഷൻസിൽ അതിനും മേലെ ഒരു അതോറിറ്റി ഉണ്ട്, അവരാണ് ചെയ്യുന്നത്. അതായത് ദോസ് ചാർജ്ഡ് വിത്ത് ഗവേണൻസ്. ചെറുതായി പറയുകയാണെങ്കിൽ TCWG എന്ന് പറയും. അപ്പോൾ ചെറിയ ഓർഗനൈസേഷനിൽ ഈ മാനേജ്മെൻറ്റും TCWG എന്നൊക്കെ പറയുന്നത് ഒരേ ആൾക്കാർ തന്നെയായിരിക്കും. പക്ഷേ വലിയ ഓർഗനൈസേഷനിൽ അത് രണ്ടും രണ്ട് ഡിവിഷനാണ്. ഓക്കെ, അപ്പോൾ ഈ ഫ്രെയിം വർക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് എന്നുള്ളതാണ്. നമ്മളെന്ന് ഉദ്ദേശിച്ച മാനേജ്മെൻറ്റിനെയാണ്. ഓക്കെ, മാനേജ്മെൻറ്റ് ഇത് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്? മാനേജ്മെൻറ്റ് സെലക്ട് ചെയ്യുന്നത് എൻറ്റിറ്റിയുടെ നേച്ചർ അനുസരിച്ചാണ്. ഒന്ന്, അതായത് ഇപ്പം കമ്പനി ആണെങ്കിൽ ഷെഡ്യൂൾ 3 IND AS ഫോളോ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അത് 143(9)ഉം സബ്സെക്ഷൻ 9ഉം 143 സബ്സെക്ഷൻ 10ലുമാണ് കമ്പനീസ് ആക്ട് 2013 പറയുന്നത്. അതുപോലെ ഇപ്പോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ് ഒക്കെ ആണെങ്കിൽ കമ്പനിയുടെ ഫോർമാറ്റിലല്ല ചെയ്യുന്നത്, വേറൊരു ഫോർമാറ്റിലാണ്. പക്ഷേ സ്റ്റിൽ ബാലൻസ് ഷീറ്റ്, P&L ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടൊക്കെ തന്നെയാണ്. P&Lഉം ബാലൻസ് ഷീറ്റും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും ഒക്കെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഫോർമാറ്റിൽ വ്യത്യാസമുണ്ട്, കമ്പനിയുടെ പോലെയല്ല ചെയ്യുന്നത്. ഇനി സൊസൈറ്റി അല്ലെങ്കിൽ ട്രസ്റ്റ് ആണെങ്കിലോ P&L നമ്മൾ ചെയ്യുന്നില്ല. അതിന് പകരം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറും റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റും ബാലൻസ് ഷീറ്റുമാണ് ചെയ്യുന്നത്. അപ്പോൾ എൻറ്റിറ്റിക്കനുസരിച്ച് അത് മാറും, ഫ്രെയിം വർക്ക് മാറും. ഇനി ഒബ്ജക്റ്റ് ഓഫ് ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ആ ഉണ്ടാക്കുന്നതിനൊരു ഒബ്ജക്റ്റ് ഉണ്ടല്ലോ. നമ്മൾ ഈ ഉണ്ടാക്കുന്നതിന് നമ്മൾ എന്ത് പണി ചെയ്യുമ്പോഴും അതിനൊരു ഉദ്ദേശമുണ്ട്. അതുപോലെ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം എന്താണ് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് ഇതിൻ്റെ യൂസേഴ്സ് ആരാണ്, അവർക്ക് എങ്ങനെ ക്ലാരിറ്റി വേണം, ഏത് രീതിയിൽ പ്രസൻറ്റ് ചെയ്താലാണ് എന്നുള്ളതൊക്കെ കണക്കിലെടുക്കും. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റ് ഓഫ് ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കും, പിന്നെ നേച്ചർ ഓഫ് ദി എൻറ്റിറ്റി നോക്കും, പിന്നെ ഈ ലോസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ഫോളോ ചെയ്യണം. അപ്പോൾ അതും നോക്കും. അതായത് ഈ ഷെഡ്യൂൾ 3 ഒക്കെ തന്നെ ഈ പറയുന്ന അതൊക്കെ നമ്മൾ ഫോളോ ചെയ്തിരിക്കണം. അപ്പോൾ സെലക്ട് ചെയ്യുന്നത് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ TCWG ആയിരിക്കും. പിന്നെ സെലക്ട് ചെയ്യുന്നതിൻ്റെ ക്രൈറ്റീരിയ എന്താണ്? നേച്ചർ ഓഫ് ദി എൻറ്റിറ്റി, ഒബ്ജക്റ്റ് ഓഫ് ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ ലോസ് ആൻഡ് റെഗുലേഷൻസ്, അതൊക്കെ നമ്മൾ കണക്കിലെടുത്താണ് ഇത് സെലക്ട് ചെയ്യുന്നത്. ഇനി ഇത് രണ്ട് ടൈപ്പ് ഉണ്ട്. ജനറൽ പേർപ്പസ് ഫ്രെയിം വർക്ക് ഉണ്ട്, സ്പെഷ്യൽ പേർപ്പസ് ഫ്രെയിം വർക്ക് ഉണ്ട്. ഇതിൽ ജനറൽ പേർപ്പസ് ഫ്രെയിം വർക്ക് എന്ന് പറയുമ്പോൾ തന്നെ ജനറലാണ്. അതായത് മെജോറിറ്റി ഓഫ് ദി യൂസേഴ്സിന് വേണ്ട കോമൺ ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ജനറൽ പേർപ്പസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. പക്ഷേ സ്പെഷ്യൽ പേർപ്പസ് എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള ചില യൂസേഴ്സ്, ഇൻറ്റൻഡഡ് യൂസേഴ്സ്, അതായത് ബാങ്ക് ലോണിന് പോകുമ്പോൾ ബാങ്കുകാർ പറയും ഇതുപോലെ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്താൽ പറ്റില്ല, ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വേണം എന്ന് പറയും. അപ്പോൾ നമ്മൾ ഇതേ ഡാറ്റ തന്നെയാണ്, വേറെ ഡാറ്റയൊന്നുമല്ല, ഇതേ ഡാറ്റ തന്നെ നമ്മൾ അവർക്ക് ആവശ്യമുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കൊടുക്കും. അതിനാണ് സ്പെഷ്യൽ പേർപ്പസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അത് നമുക്ക് സിലബസിൽ അത്ര അധികം പഠിക്കാനില്ല എന്ന് തന്നെ പറയാം. അടുത്തത് ഈ ജനറൽ പേർപ്പസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയും. ജനറൽ പേർപ്പസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് രണ്ട് ടൈപ്പ് ഫ്രെയിം വർക്ക് ഉണ്ട്. അതായത് ഫെയർ പ്രസൻറ്റേഷൻ ഫ്രെയിം വർക്കും കംപ്ലയൻസ് ഫ്രെയിം വർക്കും.
ഇതിൽ ഫെയർ പ്രസൻറ്റേഷൻ ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ ഫെയർ ആയിട്ട് പ്രസൻറ്റ് ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം ഈ പറഞ്ഞ കംപ്ലൈ ചെയ്യണം. ആദ്യം നമ്മൾ പറഞ്ഞിരിക്കുന്ന ഷെഡ്യൂൾ 3 ഒക്കെ ഉണ്ടല്ലോ, ആ ഫ്രെയിംവർക്ക് കംപ്ലൈ ചെയ്തിരിക്കണം, അതിൽ മാറ്റമില്ല. പിന്നെ വേണമെങ്കിൽ മാനേജ്മെൻറ്റിന് അഡീഷണലി എന്തെങ്കിലും ഡിസ്ക്ലോസ് ചെയ്യണം എന്ന് തോന്നുകയാണ്, കുറച്ചുകൂടി ട്രാൻസ്പെറൻസിക്ക് വേണ്ടി, യൂസേഴ്സിന് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി വേണമെങ്കിൽ അഡീഷണൽ ഡിസ്ക്ലോഷേഴ്സ് കൊടുക്കാം. അതുപോലെ മാനേജ്മെൻറ്റിന് വേണമെങ്കിൽ ഈ ഫ്രെയിംവർക്കിൽ നിന്ന് കുറച്ച് ഡീവിയേറ്റ് ചെയ്തുകൊണ്ടും പ്രശ്നമില്ല. ഇഫ് ദേ ഫീൽ ഇറ്റ് നെസസറി ടു അച്ചീവ് ഫെയർ പ്രസൻറ്റേഷൻ, കുറച്ചുകൂടി ഫെയർനെസ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത് കുറച്ച് ഈ ഫ്രെയിംവർക്കിൽ നിന്ന് ഡിപ്പാർട്ട് ചെയ്യുമ്പോഴാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ അവിടുന്ന് കുറച്ച് ഡിപ്പാർട്ട് ചെയ്യാം. അപ്പോഴാണ് ഇതൊരു ഫെയർ പ്രസൻറ്റേഷൻ ഫ്രെയിംവർക്കാണ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ ഫെയർ പ്രസൻറ്റേഷൻ ഫ്രെയിംവർക്കിൽ ചെയ്തിരിക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ ഓഡിറ്റ് ചെയ്യുമ്പോൾ ഓഡിറ്റർ കൊടുക്കുന്ന ഒപ്പീനിയനാണ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ എന്ന് പറയുന്നത്. എല്ലാ സാഹചര്യത്തിലും ഓഡിറ്റർ ആ ടെർമിനോളജി യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് കംപ്ലയൻസ് ഫ്രെയിംവർക്ക്. ആ വാക്കിൽ നിന്ന് തന്നെ അറിയാം ഫ്രെയിംവർക്ക് കംപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഈ പറഞ്ഞ ഷെഡ്യൂൾ 3 ഒക്കെ തന്നെ അത് കംപ്ലൈ ചെയ്യുക മാത്രം ചെയ്താൽ മതി. ഇതൊക്കെ മിക്കപ്പോഴും ഈ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ കേസിലാണ് നമ്മൾ കണ്ടുവരുന്നത്. അതായത് അവരൊരു ഫോർമാറ്റ് തരുന്നുണ്ട്, നമ്മളത് കംപ്ലൈ ചെയ്താൽ മാത്രം മതി, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി, അഡീഷണൽ ഡിസ്ക്ലോഷേഴ്സോ അതിൽ നിന്ന് ഡിപ്പാച്ചറോ പാടില്ല. ഓക്കെ, പക്ഷേ ലോ ആവശ്യപ്പെടുവാണെങ്കിൽ എന്തെങ്കിലും ഡിസ്ക്ലോഷറോ എന്തെങ്കിലും കാര്യം പറയുവാണെങ്കിൽ, ലോ ആണല്ലോ എല്ലാത്തിൻ്റെയും മുകളിൽ, അപ്പോൾ ലോ എന്തെങ്കിലും ആവശ്യപ്പെടുകയോ പറയുകയോ ചെയ്യുവാണെങ്കിൽ അതിനനുസരിച്ച് വേണമെങ്കിൽ മാറ്റങ്ങൾ വരുത്താം. പക്ഷേ പൊതുവെ കംപ്ലയൻസ് മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതോടുകൂടി ആ കോൺസെപ്റ്റ് കഴിഞ്ഞു. അതായത് ഫിനാൻഷ്യൽ AFRF ആപ്ലിക്കബിൾ ഫിനാൻഷ്യൽ AFRF എന്ന് പറയുന്നത് 2 തരം, ജനറൽ പർപ്പസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും സ്പെഷ്യൽ പർപ്പസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും. അതിൽ ജനറൽ പർപ്പസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് 2 തരം, ഫെയർ പ്രസൻറ്റേഷൻ ഫ്രെയിംവർക്കും കംപ്ലയൻസ് ഫ്രെയിംവർക്കും. അപ്പോൾ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നല്ല ക്ഷമയോടുകൂടി നന്നായി ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ, premise relating to responsibilities of management and TCWG based upon which audit is conducted. Premise എന്ന് വെച്ചാൽ നമ്മൾ ഈ ഓഡിറ്റർ അസ്യൂം ചെയ്യുകയാണ്, ഇങ്ങനെയൊക്കെയാണ് ഊഹിക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെയാണ് എന്ന് വിചാരിക്കുന്നു, അങ്ങനെ വിചാരിച്ചാണ് ഓഡിറ്റ് മുന്നോട്ട് പോകുന്നത്. എങ്ങനെ നമുക്ക് നോക്കാം എങ്ങനെയെന്നുള്ളത്. മാനേജ്മെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് 4ാമത്തെ പോയിൻ്റാണ് ഇതിൽ ഞാൻ ഇപ്പോൾ പറയുന്നത്. മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റിയാണ് എന്ത്, പ്രിപ്പറേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. പിന്നെ മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റിയാണ്, ഒരു ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഉണ്ടാവും ഉള്ളിൽ, ഈ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ. എന്തിനു വേണ്ടി? അത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാക്കുമ്പോൾ അത് ഫ്രീ ഫ്രം മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കണം. ഈ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഫ്രോഡ് കൊണ്ടും ആവാം, എറർ കൊണ്ടും ആവാം. ഫ്രോഡ് എന്ന് വെച്ചാൽ ഇൻറ്റൻഷനലി ഉണ്ടാക്കുന്ന മിസ്റ്റേക്സ്, എറർ എന്ന് പറഞ്ഞാൽ അറിയാതെ വന്നു പോകുന്ന മിസ്റ്റേക്സിനാണ് എറർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫ്രീ ആക്കാൻ വേണ്ടി നമുക്കൊരു ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഉണ്ടാവണം. ആ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഡിസൈൻ ചെയ്യുന്നതും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും മാനേജ്മെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ എന്തൊക്കെയാണ് മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റി? പ്രിപ്പറേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മിസ്റ്റേറ്റ്മെൻറ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടി നമുക്കൊരു ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം വേണം. അത് ഡിസൈൻ ചെയ്യുകയും ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും മെയിൻറ്റെയിൻ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി മാനേജ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ ഡിസൈൻ, മെയിൻ്റനൻസ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ, അതിന് ചെറുതായിട്ട് നമുക്ക് നിമോണിക്സിൽ ഡിം എന്ന് പറയാം. ഡിസൈൻ, ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് മെയിൻ്റനൻസ്, അതാണ് ഡിം. ഓക്കെ, അത് മൂന്നും അതെല്ലാം തന്നെ മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റിയാണ് എന്നാണ് ഓഡിറ്റർ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഓഡിറ്റർ എനി അഡീഷണൽ എല്ലാ ഇൻഫർമേഷൻ, പോയിന്റ് 1 പറയുന്നത് എല്ലാ ഇൻഫർമേഷനും ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കാൻ മാനേജ്മെൻറ്റ് എന്തൊക്കെ ഇൻഫർമേഷൻസ് യൂസ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഓഡിറ്റർക്ക് കൊടുക്കണം. കൂടാതെ 2ാമത്തെ പോയിന്റ്, ഓഡിറ്റർ എന്തൊക്കെ അഡീഷണൽ ഇൻഫർമേഷൻ ചോദിക്കുന്നോ അതും ഓഡിറ്റർക്ക് കൊടുക്കണം. 3ാമത്, അൺറെസ്ട്രിക്റ്റഡ് ആക്സസ്, ആരുടെയൊക്കെ കയ്യിൽ നിന്ന് ഓഡിറ്റർ ഈ ഇൻഫർമേഷൻ വാങ്ങി വെച്ചുകൊണ്ട് കാര്യമില്ല. ഇതൊക്കെ ഓഡിറ്റ് എവിഡൻസ് ഉപയോഗിച്ച് സപ്പോർട്ടിങ് എവിഡൻസ് എടുക്കണം ഓഡിറ്റ് ചെയ്തിട്ട്, എന്നിട്ട് ഇത് കറക്റ്റാണെന്ന് മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ ഓഡിറ്റർ ഒപ്പീനിയൻ പറയുള്ളൂ. അപ്പോൾ ആ ഓഡിറ്റ് എവിഡൻസ് എടുക്കണമെങ്കിൽ പല ഏരിയയിൽ നിന്നിലേക്കും ഓഡിറ്റർക്ക് കടന്നു ചെല്ലേണ്ടി വരും. അതായത് എംപ്ലോയീസിനോട് ചോദിക്കേണ്ടി വരും, ഡെറ്റേഴ്സിനോട് ചോദിക്കേണ്ടി വരും, ക്രെഡിറ്റേഴ്സിനോട് ചോദിക്കേണ്ടി വരും, ബാങ്കിൽ ചോദിക്കേണ്ടി വരും, പല ഡേറ്റയും ചോദിക്കേണ്ടി വരും. അപ്പോൾ അതിനൊന്നും മാനേജ്മെൻറ്റ് റെസ്ട്രിക്ഷൻസ് വെക്കാൻ പാടില്ല. അപ്പോൾ എന്തൊക്കെയാണ്
ആ 3 പോയിന്റ്സ് എന്തൊക്കെയാണ്? എല്ലാ ഇൻഫർമേഷൻ കൊടുക്കണം, അഡീഷണൽ ഇൻഫർമേഷൻ ചോദിച്ചാൽ അതും കൊടുക്കണം, പ്രൊവൈഡ് അൺറെസ്ട്രിക്റ്റഡ് ആക്സസ് ടു ദോസ് ഫ്രം ഹൂം ഓഡിറ്റർ റിക്വയർസ് ഓഡിറ്റ് എവിഡൻസ്. അതിൻ്റെ ഒരു നിമോണിക്സ് ആയിട്ട് ഐ ആഡ് യു, ഐ ഇൻഫർമേഷൻ, ആഡ് അഡീഷണൽ ഇൻഫർമേഷൻ, യു റെസ്ട്രിക്റ്റഡ് ഇൻഫർമേഷൻ. ഇത്രയും കാര്യങ്ങളാണ് പ്രിമൈസ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് അടുത്ത കോൺസെപ്റ്റാണ് സഫിഷ്യൻ്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ്, SAAE എന്ന് ചെറുതായിട്ട് പറയും. ഓക്കെ, ഷോർട്ട് ഫോമിൽ. സഫിഷ്യൻസി എന്ന് വെച്ചാൽ എന്താ? ക്വാണ്ടിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എത്ര ഇൻഫർമേഷൻ ഒരു ഓഡിറ്റ് നടക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ എത്ര ഇൻഫർമേഷൻ ആ ഒരു ഐറ്റത്തിനെ ബന്ധപ്പെടുത്തി വേണം എന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? അതിന് 3 ഫാക്ടേഴ്സാണ് പറയുന്നത്. ഒന്ന്, മെറ്റീരിയാലിറ്റി ഓഫ് ദി ഫിനാൻഷ്യൽ ഐറ്റം. ആ ഒരു ഫിനാൻഷ്യൽ ഐറ്റം ഉണ്ടാവുമല്ലോ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ. നമ്മൾ ഒരു ഐറ്റം എടുത്തു കഴിഞ്ഞാൽ, സപ്പോസ് ക്രെഡിറ്റേഴ്സ് ആണ് എടുക്കുന്നത്, അതിൻ്റെ മെറ്റീരിയാലിറ്റി എങ്ങനെ? ചെറിയ ഒരു 2 കോടി 3 കോടിയുടെ ടേൺ ഓവർ ഉള്ള ആൾക്ക് ക്രെഡിറ്റേഴ്സ് 1 ലക്ഷം ഒക്കെ ഉള്ളൂ എങ്കിൽ അതത്ര മെറ്റീരിയൽ അല്ല. പക്ഷേങ്കിൽ ക്രെഡിറ്റേഴ്സും വലിയൊരു ഫിഗറാണ്. 2 കോടി സെയിലുള്ള സ്ഥലത്ത് ക്രെഡിറ്റേഴ്സ് 1 കോടിയൊക്കെ ഉണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ മെറ്റീരിയൽ ഐറ്റം അല്ലേ? അപ്പോൾ അതിന് നന്നായി നമ്മൾ ഓഡിറ്റ് എവിഡൻസ് ഒരുപാട് കളക്ട് ചെയ്യേണ്ടി വരും. അപ്പം മെറ്റീരിയാലിറ്റി ഓഫ് ദി ഫിനാൻഷ്യൽ ഐറ്റം ആണ് നമ്മൾ ഒന്ന് പറയുന്നത്. രണ്ടാമത്, റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ്, വെദർ ഡ്യൂ ടു ഫ്രോഡ് ഓർ എറർ. റിസ്ക്, ആ മെറ്റീരിയൽ ഐറ്റത്തിൽ റിസ്കിനുള്ള ചാൻസസ് എത്രയാണ്? ഒരുപാട് റിസ്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? അതായത് ഇപ്പോൾ റിലേറ്റഡ് പാർട്ടിയിൽ നിന്ന് കൂടുതൽ പർച്ചേസുകൾ ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ അവിടെ ഒരു ചാൻസ് ഉണ്ട് അല്ലേ? ഒരു റിസ്ക് കാണുന്നില്ലേ നമ്മൾ? എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം, ഒരു കള്ളത്തരത്തിനുള്ള സാധ്യത കൂടുതലാണ്. റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് കൂടുതലാണ്. അതായത് ഡയറക്ടേഴ്സിൻ്റെ റിലേറ്റഡ് പാർട്ടീസിൻ്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുക, അല്ലെങ്കിൽ അവർക്ക് സാധനങ്ങൾ വിൽക്കുക, അങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ എന്തോ നമുക്കൊരു സംശയം തോന്നും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി ഓഫ് ഓഡിറ്റ് എവിഡൻസ് കളക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊന്ന്. രണ്ടാമത്, സൈസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഹ്യൂജ് ഡാറ്റ ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ടൈം കൺസ്ട്രെയിൻ ഒക്കെ കാരണം നമ്മളത് മുഴുവനും ഓഡിറ്റ് എല്ലാം ചെക്ക് ചെയ്തു 100% ചെക്ക് ചെയ്തു എന്ന് വരില്ല. നമ്മളൊരു സാമ്പിളാണ് അതിൽ നിന്ന് എടുക്കണേ. ഇപ്പോൾ സെയിൽസ് ഇത് പറഞ്ഞോളാം 2-3 കോടി സെയിൽസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഏപ്രിൽ ഫുൾ ചെക്ക് ചെയ്യും, പിന്നെ നമ്മൾ ഓഗസ്റ്റ് ഫുൾ ചെക്ക് ചെയ്യും, അങ്ങനെ റാൻഡം മന്ത് എടുത്ത് ചെക്ക് ചെയ്യും. എന്നിട്ട് അതിൽ നമ്മൾ നോക്കും എത്ര എറേഴ്സ് ഉണ്ട്. എറേഴ്സ് കൂടുതലാണെങ്കിൽ നമ്മുടെ പോപ്പുലേഷൻ കൂട്ടും. അതിനാണ് ഈ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. എത്ര ചെക്ക് ചെയ്യുന്നു എന്നുള്ളതുണ്ട്. സാമ്പിൾ പോപ്പുലേഷൻ എന്നൊക്കെ പറയും. അത് പഠിക്കാനുണ്ട്. സാമ്പിൾ എങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു അതിനെക്കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ സൈസും ക്യാരക്ടറിസ്റ്റിക്സും കൂടി കണക്കിലെടുത്താണ് നമ്മൾ എത്ര ഓഡിറ്റ് എവിഡൻസ് വേണം എന്ന് കണക്കാക്കുന്നത്. അപ്പോൾ അത് എളുപ്പം പഠിക്കാൻ ഒരു നിമോണിക്സ് ആണ് മിസ്സസ് സി എന്ന് പറയുന്നത്. മിസ്സസിലെ M മെറ്റീരിയാലിറ്റി ഓഫ് ദി ഫിനാൻഷ്യൽ ഐറ്റം, R റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ വന്നിട്ട് S സൈസ്, പിന്നെ C ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി പോപ്പുലേഷൻ. അപ്പോൾ അങ്ങനെ നമ്മൾ സഫിഷ്യൻസി പഠിച്ചു. സഫിഷ്യൻസി എന്ന് വെച്ചാൽ ക്വാണ്ടിറ്റിയാണ്. അടുത്തത് അപ്രോപ്രിയേറ്റ്നെസ്. സഫിഷ്യൻറ്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് എന്നല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പോൾ അപ്രോപ്രിയേറ്റ്നെസ് എന്ന് വെച്ചാൽ എന്താ? ക്വാളിറ്റി ഓഫ് ദി ഇൻഫർമേഷനാണ്. ക്വാളിറ്റി ഇൻഫർമേഷൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് നമ്മൾ കണക്കാക്കുന്നത്? അത് റെലവൻസും റിലയബിലിറ്റിയുമാണ്. റെലവൻസ് എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷനാണോ? ഇപ്പോൾ സെക്യൂരിറ്റി ഗാർഡിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ് ഗേറ്റിലിരിക്കുന്നത്, അത് നമുക്ക് വല്ല റെലവൻ്റ് ആണോ നമ്മുടെ ഓഡിറ്റിന്? അതൊന്നും നമുക്കൊരു റെലവൻസ് ഉള്ള കാര്യമല്ല. അയാൾ എഡ്യൂക്കേറ്റഡ് ആണോ എന്നൊക്കെയുള്ളത് നമുക്കൊരു വിഷയമേ അല്ല. അത് നമ്മളെ ബാധിക്കുന്ന കാര്യമേ അല്ല. നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ ബാധിക്കുന്ന കാര്യങ്ങൾ അതിനുള്ള ഓഡിറ്റ് എവിഡൻസ് മാത്രമാണ് നമുക്ക് റെലവൻസ് ആയിട്ടുള്ളത്. ബാക്കിയൊന്നും റെലവൻ്റ് അല്ല. ഓക്കെ, അപ്പോൾ റെലവൻസ് നോക്കണം. അപ്പോഴാണ് അത് അപ്രോപ്രിയേറ്റ് ആണോ, കറക്റ്റ് ആണോ, നമുക്ക് ആവശ്യമുള്ളതാണോ എന്ന് മനസ്സിലാക്കുക. അടുത്തത് റിലയബിലിറ്റി, വിശ്വസിക്കാൻ പറ്റുന്നതാണോ? വിശ്വസിക്കാൻ പറ്റുന്നതിന് പല കാര്യങ്ങളുണ്ട്. അതായത് ഒന്ന്, കംപ്ലീറ്റ് ഇൻഫർമേഷനാണോ? അവിടെ ഇവിടെയുള്ള ചെറിയ ഇൻഫർമേഷൻ, അയാൾ ഇങ്ങനെ ഇത് പറഞ്ഞു, അവിടെ ഇത് കണ്ടു, അതൊന്നും ഒരു കംപ്ലീറ്റ് അല്ല. ഒരു കംപ്ലീറ്റ് ഇൻഫർമേഷൻ കിട്ടണം. ആക്യുറേറ്റ് ആയിരിക്കണം. എന്നാൽ എമൗണ്ട് വൈസ് ആക്യുറേറ്റ് ആയിരിക്കണം. കൃത്യമായ ഇൻഫർമേഷൻ കിട്ടണം. എപ്പോൾ, എങ്ങനെ, എന്ത്, എത്ര എമൗണ്ട് എന്നൊക്കെയുള്ളത് കൃത്യമായിരിക്കണം, ആക്യുറേറ്റ് ആയിരിക്കണം. അപ്പോൾ ഇൻഫർമേഷൻ കംപ്ലീറ്റ് ആയിരിക്കണം, ആക്യുറേറ്റ് ആയിരിക്കണം. പിന്നെ ഇൻഫർമേഷൻ എൻ്റെ റിലയബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഓറലാണോ, വാക്കാൽ പറഞ്ഞതാണോ, റിട്ടൺ ആണോ? റിട്ടൺ അല്ലേ കുറച്ചുകൂടി റിലയബിൾ. അപ്പോൾ അതൊന്ന്. പുറത്തുള്ള ഇൻഫർമേഷനാണോ, അകത്തുള്ള ഇൻഫർമേഷനാണോ? അതാ ഇൻറ്റേർണൽ ആണോ, എക്സ്റ്റേണൽ ആണോ? എപ്പോഴും എക്സ്റ്റേണൽ ആണ് കുറേ കൂടി നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്. പിന്നെ അതുപോലെ ഇൻറ്റേർണൽ കൺട്രോൾ സ്ട്രോങ് ആണോ?
എന്നുള്ളത്. സ്ട്രോങ് ആണെങ്കിൽ റിലയബിൾ ആയിരിക്കും ഇൻഫർമേഷൻ, സ്ട്രോങ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ അത്ര റിലയബിൾ ആയിരിക്കില്ല. അടുത്തത് ഓഡിറ്റ് എവിഡൻസ് എന്താണെന്ന് നമുക്കറിയണ്ടേ. ഓഡിറ്റ് എവിഡൻസ്, ഒരു എവിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ വെച്ച് നിർത്തില്ല. ഒരു ഫിനാൻഷ്യൽ ഐറ്റത്തിന് തന്നെ നമ്മൾ പല എവിഡൻസുകൾ എടുക്കും അല്ലേ, ഒരു ഐറ്റത്തിന് തന്നെ പല എവിഡൻസ് എടുക്കും. പിന്നെ നമ്മൾ ഈ ഒപ്പീനിയൻ പറയുമ്പോൾ പല ഓഡിറ്റ് എവിഡൻസുകളെയും കണക്കിലെടുത്താണ് നമ്മൾ ഈ പറയുന്നത് അല്ലേ. അതാണ് ഓഡിറ്റ് എവിഡൻസ് ഈസ് ക്യുമുലേറ്റീവ് ഇൻ നേച്ചർ. ഓക്കെ. അടുത്തത് ഓഡിറ്റ് പെർസ്വേസീവ് ഓഡിറ്റ് എവിഡൻസ് ആയിരിക്കണം നമുക്ക് കിട്ടുന്ന ഓഡിറ്റ്. അറ്റ്ലീസ്റ്റ് പെർസ്വേസീവ് ആയിരിക്കണം. പെർസ്വേസീവ് എന്ന് വെച്ചാൽ കൺവിൻസിങ്, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന. കൺക്ലൂസീവ് ഓഡിറ്റ് എവിഡൻസ് നമുക്ക് ഒരിക്കലും കിട്ടില്ല. 100% ഓഡിറ്റ് എവിഡൻസ് നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതിന് കാരണങ്ങളുണ്ട്, അത് നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഇത്ര മനസ്സിലാക്കിയാൽ മതി. നമുക്ക് 100% ഓഡിറ്റ് എവിഡൻസ് കിട്ടില്ല. അപ്പോൾ നമ്മുടെ കിട്ടുന്ന ഓഡിറ്റ് എവിഡൻസ് അറ്റ്ലീസ്റ്റ് പെർസ്വേസീവ് ആയിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ 100% ഒപ്പീനിയൻ പറയുന്നില്ല. നമ്മൾ പറയുന്നത് ഒരു റീസണബിൾ അഷ്വറൻസ് ആണ്. ആ അഷ്വറൻസ് തന്നെ ഒരു ഹൈ ലെവൽ ഓഫ് അഷ്വറൻസ് ആണ് എന്നാണ് പറയുന്നത്. പക്ഷേ 100% അല്ല. ഓക്കെ. കൺക്ലൂസീവ് അല്ല. ഓഡിറ്റ് എവിഡൻസ് കൺക്ലൂസീവ് ഒരിക്കലും നമുക്ക് കിട്ടുന്നില്ല. പിന്നെ ഈ ഓഡിറ്റർക്ക് ഓഡിറ്റ് എവിഡൻസ് എവിടെ നിന്ന് കിട്ടുന്നത്? പലയിടങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട്. ചിലത് അക്കൗണ്ടിങ് റെക്കോർഡ്സിൽ നിന്ന് തന്നെ കിട്ടും. അതായത് സെയിൽസിൻ്റെത് ഇൻവോയ്സ്, പർച്ചേസിൻ്റെതും ബിൽസ്, പിന്നെ ക്രെഡിറ്റ് നോട്ട്, ഡെബിറ്റ് നോട്ട്, അങ്ങനെയൊക്കെ. അതിന് സപ്പോർട്ടിംഗ് ആയിട്ട് നമുക്ക് ചില എവിഡൻസുകൾ വേറെ അക്കൗണ്ടിങ് റെക്കോർഡ്സ് അല്ലാത്ത എന്നും കിട്ടും. അതായത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, മിനിറ്റ്സ് ഓഫ് ദി മീറ്റിംഗ്, തേർഡ് പാർട്ടി കൺഫർമേഷൻ. ക്രെഡിറ്റേഴ്സ് ഡെറ്റേഴ്സിൻ്റെ കേസിൽ നമ്മൾ തേർഡ് പാർട്ടി കൺഫർമേഷൻ എടുക്കാറുണ്ട്. അതുകൊണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഓഡിറ്റ് എവിഡൻസ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഓഡിറ്റ് എവിഡൻസ് ക്യുമുലേറ്റീവ് നേച്ചറാണ്, അറ്റ്ലീസ്റ്റ് പെർസ്വേസീവ് നേച്ചർ ആയിരിക്കണം. ഇനി നമ്മളൊരു സിറ്റുവേഷനിൽ നമ്മൾ ഓഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു പർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഐറ്റത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും, അതായത് സഫീഷ്യൻ്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് നമുക്ക് കിട്ടുന്നില്ല. നമ്മൾ എന്ത് ചെയ്യും? അടച്ചു വെച്ച് പോവോ? അതോ നമ്മൾ വേറെ ഐറ്റത്തിലോ അത് പോട്ടെ ഇനിയിപ്പോൾ അടുത്ത ഐറ്റം എടുക്കാം, അങ്ങനെയാണോ? അല്ല, ഒരിക്കലും അങ്ങനെയല്ല. നമ്മളപ്പോൾ വേറെ രീതിയിൽ നമുക്ക് എങ്ങനെ ഇത് കിട്ടാം എന്ന് നോക്കുകയാണ്. അതായത് പെർഫോം ഓൾട്ടർനേറ്റ് ഓഡിറ്റ് പ്രൊസീജിയർ. ഓൾട്ടർനേറ്റ് ആയിട്ട് ഒരു ഓഡിറ്റ് പ്രൊസീജിയർ കണ്ടക്ട് ചെയ്തിട്ട് നമ്മൾ ആ സഫീഷ്യൻ്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് കളക്ട് ചെയ്തിരിക്കണം. സഫീഷ്യൻ്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് ഇല്ലാതെ ഓഡിറ്റർ ഒരിക്കലും ഒപ്പീനിയൻ പറയില്ല. ഓക്കെ. നമുക്ക് കിട്ടാത്ത സാഹചര്യങ്ങൾ ചിലപ്പോൾ മാനേജ്മെൻറ്റ് തന്നെ ഒരു റെസ്ട്രിക്ഷൻ പറയുകയാണ്, നിങ്ങൾ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്. അതിനെക്കുറിച്ചും നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓഡിറ്റർ മാനേജ്മെൻറ്റ് പറയുകയാണ് അയാളോട് ചോദിക്കരുത്, ഇയാളോട് ചോദിക്കരുത്, ഞങ്ങൾക്ക് ആ ക്രെഡിറ്ററായിട്ട് കേസ് നടന്നുകൊണ്ടിരിക്കുക, നിങ്ങൾ ആ ക്രെഡിറ്ററോട് ചോദിച്ചാൽ അതിൻ്റെ ഞങ്ങളുടെ കേസിനെ ബാധിക്കും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വേറെ എന്ത് ഓൾട്ടർനേറ്റ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് അഡോപ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റും എന്നുള്ളത് അടുത്ത നമ്മൾ ചിന്തിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഇന്നത്തേക്കുള്ളത് ഇന്ന് ഇത്രയും മതി. ബാക്കി ഇനി അടുത്ത ക്ലാസ്സിലേക്ക്. കോൺസെപ്റ്റ്സ് തീർന്നിട്ടില്ല, കുറച്ചുകൂടി കോൺസെപ്റ്റ്സ് നമുക്ക് ഉണ്ട്. ഓക്കെ. താങ്ക് യു ഫോർ ടുഡേ.